ഒമാനിൽ താപനില താഴ്ന്നു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ്. ഇന്ത്യൻ വെസ്റ്റേൺ നേവൽ കമാൻഡ് മേധാവിക്ക് ഒമാനിൽ സ്വീകരണം. ഇന്ന് നടത്താനിരുന്ന ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് മാറ്റിവെച്ചു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ ഭൂരിഭാഗം ഗവർണറേറ്റുകളിലും വ്യാഴാഴ്ച താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. വ്യാഴാഴ്ച മുതൽ ശക്തമായ കാറ്റോടുകൂടിയ തണുത്ത വായു സഞ്ചാരം രാജ്യത്തെ ബാധിക്കാമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യാഴാഴ്ച മസ്കത്തിലടക്കം വെയിലൊഴിഞ്ഞ് കാർമേഘം മൂടി സുഖകരമായ കാറ്റോടുകൂടിയ കാലാവസ്ഥയായിരുന്നു. കാലാവസ്ഥാ പ്രവചനങ്ങൾ പ്രകാരം വരും ദിവസങ്ങളിലും ഈ സാഹചര്യം തുടരും. തണുത്ത വായു പ്രവാഹത്തോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. പ്രദേശങ്ങൾക്കനുസരിച്ച് കാറ്റിന്റെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകുമെന്നും CAA അറിയിപ്പിൽ പറയുന്നു. വ്യാഴാഴ്ച രാവിലെ 10 വിവിധ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം മസ്കത്തിലും ഫഹൂദിലും മണിക്കൂറിൽ 26 നോട്ട് വേഗതയിൽ കാറ്റ് രേഖപ്പെടുത്തി. ഇബ്രയിൽ 31 നോട്ട്, ഹൈമയിലും ജബൽ ഹരീമിലും 21 നോട്ട്, മസീറയിൽ 23 നോട്ട് വേഗതയിലും കാറ്റ് രേഖപ്പെടുത്തി. പ്രദേശത്തെ അന്തരീക്ഷമർദ്ദ വ്യതിയാനങ്ങളോടൊപ്പം തണുത്ത വായുപ്രവാഹമാണ് നിലവിലെ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണം എന്ന് CAA വ്യക്തമാക്കി. സുൽത്താന്റെ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് വൈസ് അഡ്മിറൽ അബ്ദുള്ള ഖാമിസ് അൽ റൈസി ഇന്ത്യൻ നാവികസേനയുടെ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ അടങ്ങിയ സൈനിക പ്രതിനിധി സംഘത്തെ സ്വീകരിച്ചു. അൽ മുർത്തഫ ക്യാമ്പിലെ ഓഫീസിലായിരുന്നു സ്വീകരണം. കൂടിക്കാഴ്ചയിൽ പരസ്പര താൽപര്യമുള്ള വിവിധ സൈനിക വിഷയങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും അഭിപ്രായം കൈമാറി. റോയൽ നേവി ഓഫ് ഒമാൻ ആക്ടിംഗ് കമാൻഡർ ജാസിം മുഹമ്മദ് അൽ ബലൂഷിയും ഇന്ത്യൻ നാവികസേന പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് സംഘം മാരിടൈം സെക്യൂരിറ്റി സെന്റർ സന്ദർശിച്ചു. മാരിടൈം സെക്യൂരിറ്റി സെന്റർ മേധാവി കമാൻഡർ ആദിൽ ഹമൂദ് അൽ ബുസൈദി സംഘത്തെ സ്വീകരിച്ചു. സന്ദർശനത്തിനിടെ ഒമാന്റെ സമുദ്ര പരിധികളിൽ കടൽ പരിസ്ഥിതിയുടെയും നാവിഗേഷന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാരിടൈം സെക്യൂരിറ്റി സെന്റർ നിർവഹിക്കുന്ന പങ്കും പ്രവർത്തനങ്ങളും ഇന്ത്യൻ നാവിക കമാൻഡർക്ക് വിശദീകരിച്ചു. ഇന്ത്യൻ എംബസി പ്രവാസികളായ ഇന്ത്യക്കാർക്ക് വേണ്ടി വെള്ളിയാഴ്ച നടത്താനിരുന്ന ഓപ്പൺ ഹൗസ് മാറ്റിവെച്ചു. ഈ മാസം 30-ലേക്കാണ് മാറ്റിയത്. കോൺസുലാർ, പാസ്പോർട്ട്, വിസ, പ്രവാസി ക്ഷേമം, വിദ്യാഭ്യാസം, വാണിജ്യം, സാംസ്കാരികം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രശ്നങ്ങളും പരാതികളായി അറിയിക്കാം. ഖുറമിലെ STIVS 1-ാം നിലയിൽ രാവിലെ 9:30 മുതൽ 11:30 വരെയാണ് ഓപ്പൺ ഹൗസ് നടക്കുക. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.